ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മാങ്ങ അച്ചാറാണ്. അതിന് വേണ്ടുന്ന മാങ്ങ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടുന്ന മറ്റ് സാധനങ്ങൾ ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി, മഞ്ഞൾ, ഉലുവാപ്പൊടി, മുളക് പൊടി. അതിനായി നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുക്കാം. നല്ലെണ്ണയാണ് ഞാനിവിടെ ചേർക്കുന്നത്. ആവശ്യത്തിനനുസരിച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചി ഒരല്പം മൂത്ത് കഴിയുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു സ്പൂൺ കടുക് ചെറുതായിട്ട് ചൂടാക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം നന്നായിട്ട് ഒന്ന് ഇളക്കി ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് എരിവ് എത്ര വേണോ അതനുസരിച്ച് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തു. ഒരു 1/4 സ്പൂണ് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. തീ ഓഫാക്കിയിട്ടുണ്ട്. കായം ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് ഇട്ട് കൊടുക്കുമ്പോൾ അതിന് അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. നല്ലൊരു മണവും ഒരു പ്രത്യേക രുചിയാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങളും തീർച്ചയായിട്ടും ഇതുപോലൊരു അച്ചാർ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഞങ്ങളോട് അഭിപ്രായം പറയണം. ഞങ്ങളുടെ കുക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുകയും ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അതിലേക്ക് ഞാൻ അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഓപ്ഷനാണ്. അപ്പം നമ്മുടെ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മാങ്ങ ഞാൻ ഇന്നലെ അരിഞ്ഞ് ഇത് ഉപ്പ് പുരട്ടി വെച്ചതായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല. നിങ്ങൾ എങ്ങനെയാണോ ഇത് തയ്യാറാക്കുന്നത് അതനുസരിച്ച് ഉപ്പ് ചേർത്താൽ മതിയാകും.